നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ഏകദേശം 9 ലക്ഷം മാർക്കറ്റ് ക്യാപ്പ് 9 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പ് വൈപ്പ് ഔട്ട് ആയി പോയ ഒരു ദിവസമാണ്. വലിയൊരു സീവിയർ സെൽ ഓഫ് ഇന്നലെ നമ്മൾ മാർക്കറ്റിൽ കണ്ടു. എന്നാൽ ഇതിൻ്റെ ഒരു മൂല കാരണത്തിലേക്ക് പോകുകയാണെങ്കിൽ എൻവിഡിയ എന്ന് പറയുന്ന ലോകത്തിലെ US-ൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാണ കമ്പനി, അവരുടെ സ്റ്റോക്ക് ഇന്നലെ ഒരു സിംഗിൾ ഡേ കൊണ്ട് ഒരു കമ്പനിയുടെ സ്റ്റോക്ക് 16% ഒരു ഫോള്. $600 മില്യൺ മാർക്കറ്റ് ക്യാപ്പാണ് ഒരു സിംഗിൾ ഡേ കൊണ്ട് എൻവിഡിയ എന്ന് പറഞ്ഞ കമ്പനിയുടെ വൈപ്പ് ഔട്ടായി പോയിട്ടുള്ളത്. അതും ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ്. ചൈന ചിലവ് കുറഞ്ഞ രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ChatGPT പോലെയുള്ള സമാന്തര സോഫ്റ്റ്വെയർ, ചിപ്പ് നിർമ്മാണം, ഇതെല്ലാം തന്നെ ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളൊരു ന്യൂസ് കാരണമാണ് US-ലെ നാസ്ഡാക്ക് 600 പോയിൻ്റ് ഒരു സിംഗിൾ ഡേ കൊണ്ടും എൻവിഡിയ 16% ഒരു സിംഗിൾ ഡേ കൊണ്ടും ഫോളോ ആയിട്ടുള്ളത്. ഇന്ത്യയിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ള ആ ഒരു സെൽ ഓഫിന് ആ ഒരു ന്യൂസിൻ്റെ ആ ഒരു വാർത്തയുടെ വളരെയധികം പ്രസക്തിയുണ്ട്. ആസ് യൂഷ്വൽ നമ്മളും ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഫെബ്രുവരി 1-ാം തീയതി ബഡ്ജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. അതിനു മുമ്പ് ഇന്നലത്തെ US മാർക്കറ്റിൻ്റെ ടെക്നോളജി സ്റ്റോക്കുകളുടെ പ്രകടനം നോക്കാം. ഏറ്റവും ടോപ്പിൽ നിന്ന് രണ്ടാമതാണ് 16% ഇടിഞ്ഞ് എൻവിഡിയ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഗൂഗിൾ 4% ഇടിവ്. ഏറ്റവും താഴെ മൈക്രോസോഫ്റ്റ്, ടെസ്ല, ഇൻ്റൽ, നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ കമ്പനീസും കനത്ത ഇടിവിലായിരുന്നു. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഏറ്റവും താഴെ കാണാൻ നാസ്ഡാക്ക് 3% അഥവാ 612 പോയിൻ്റ് ഇടിഞ്ഞു. ഡോ പോസിറ്റീവായിരുന്നു. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. ഏറ്റവും ടോപ്പിലേക്ക് വരാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 1,2187, ബ്രന്റ് ഓയിൽ 76, ഗോൾഡ് 2743, ഇന്ത്യ വിക്സ് ഇന്നലെ 8.3% സ്പൈക്ക് ചെയ്തു. അതുപോലെ തന്നെ US വിക്സും സ്പൈക്ക് രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ ഗ്ലോബൽ ആയിട്ടുള്ള ഒരു അവസ്ഥ. അതായത് നമ്മുടെ മാർക്കറ്റിൽ സെൽ ഓഫ് ഉണ്ടായപ്പോൾ US മാർക്കറ്റിലും ഒരു കമ്പനി തന്നെ 16% ഇടിവ് രേഖപ്പെടുത്തി. ഇപ്പോൾ റിലയൻസ് ഒക്കെ 16% ഇടിവ് രേഖപ്പെടുത്തുന്നത് എങ്ങനെയായിരിക്കും? അതുപോലെയാണ് അവിടെ എൻവിഡിയ 16% ഇടിവ് രേഖപ്പെടുത്തിയത്. ഇനി നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ FISൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെയും 5015 കോടി രൂപയുടെ സെൽ ഓഫ്, DIs 6642 കോടി രൂപയ്ക്ക് ബൈ നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിലും റീറ്റെയിലേഴ്സിൻ്റെ സെല്ലിങ്ങും ഈ FISൻ്റെ സെല്ലിങ്ങും കൂടി വളരെയധികം കൂടുതലുണ്ടായിരുന്നു. അതായത് ഇന്നലെ FIS സെല്ല് ചെയ്തതിനേക്കാൾ കൂടുതൽ DIs ബൈ ചെയ്തിട്ട് കൂടിയും മാർക്കറ്റ് ഇടിയാനായിട്ടുള്ള കാരണം പാനിക് സെല്ലിങ് റീറ്റെയിലേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ള വേണം കരുതാൻ. സ്റ്റോക്കുകളുടെ വാർത്തകൾക്ക് പോകുമ്പോൾ കോൾ ഇന്ത്യ, രാജ്യത്തിലെ ഏറ്റവും വലിയ കോൾ നിർമ്മാണ കമ്പനി കോൾ ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് 17% ഇടിഞ്ഞു. 8491 കോടി രൂപ. റവന്യൂ 1% ഇടിഞ്ഞു. ടാറ്റ സ്റ്റീല് നെറ്റ് പ്രോഫിറ്റ് 43% ഇടിഞ്ഞു. റവന്യൂ 3% ഇടിഞ്ഞു. ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് നെറ്റ് പ്രോഫിറ്റ് 33% ഇടിവ് രേഖപ്പെടുത്തി. ടാറ്റ പവറിന് 445 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. 300 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള ഒരു പുതിയ സോളാർ മൊഡ്യൂളിൻ്റെ ഓർഡറാണ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുള്ളത്. പിരമൽ എൻ്റർപ്രൈസസ് കമ്പനി 2 കോടി രൂപ ലോസ് ഉണ്ടായ കമ്പനി ഇത്തവണ 38 കോടി രൂപ പ്രോഫിറ്റിലാണ്. 361 വാം കമ്പനി നെറ്റ് പ്രോഫിറ്റ് 43% വർധനവ്. പെട്രോനെറ്റ് കമ്പനി ഇന്നലെ 27% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റിൽ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. സംഘി ഇൻഡസ്ട്രീസ് കമ്പനി നെറ്റ് ലോസാണ് കമ്പനി ഉള്ളത്, 96 കോടി രൂപ ലോസ്. ഇമാമി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 7% ഉയർന്ന് 279 കോടി രൂപ കരസ്ഥമാക്കി. കൂടെ തന്നെ ജിൻഡാൽ ഡ്രില്ലിംഗ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 31 കോടി രൂപയിൽ നിന്ന് 48 കോടി രൂപയിലേക്ക് ഉയർത്തി. ബജാജ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 25% ഉയർന്ന് 548 കോടി രൂപ കരസ്ഥമാക്കി. ആസ്റ്റക് ലൈഫ് സയൻസ് കമ്പനി ഈ തവണ 38 കോടി രൂപ ലോസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പ്രൂഡൻറ്റ് കോർപ്പറേറ്റ് അഡ്വൈസറി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 48 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട്. 35 കോടി രൂപയിൽ നിന്ന് പ്രോഫിറ്റ് ഉയർന്നു. ആദിത്യ ബിർള സൺ ലൈഫ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 7% വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ITC സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് ITCയുടെ ഹോട്ടൽസ് ഷെയറുകൾ കിട്ടുന്ന ഡേറ്റ് ജാനുവരി 29-നാണ്. അതായത് നാളെയാണ് സെപ്പറേറ്റ് ഒരു സ്റ്റോക്ക് ലഭിക്കുക. യൂണിയൻ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 28% വർധനവ് രേഖപ്പെടുത്തി. അപ്പോൾ ഇന്ത്യയിലെ ഇന്നത്തെ പ്രധാനമായിട്ടും
കോൾ ഇന്ത്യ, ടാറ്റ സ്റ്റീൽ, IGL. കോൾ ഇന്ത്യ 17% നെറ്റ് പ്രോഫിറ്റ് ഇടിവ്, ടാറ്റ സ്റ്റീൽ 43% നെറ്റ് പ്രോഫിറ്റ് ഇടിവ്, IGL 33% നെറ്റ് പ്രോഫിറ്റ് ഇടിവ്. അപ്പോൾ Q3 റിസൾട്ടുകൾ മോശമാണ്. ഇടിവ് വെറുതെ വരുന്നതല്ല. ഈ ഒരു കാലഘട്ടത്തിൽ കമ്പനികളുടെ റിസൾട്ടിൻ്റെ അനുസരിച്ചാണ് മാർക്കറ്റിൻ്റെ ഒരു പോക്ക്. ഇപ്പോൾ റിസൾട്ട് ഇവിടെ ന്യൂട്രൽ അവസ്ഥ ആയിരുന്നു എന്ന് സങ്കല്പിക്കുക. ആ ഒരു അവസ്ഥയിലും NVIDIA 16% ഇടിഞ്ഞാൽ പോലും ഇന്ത്യൻ മാർക്കറ്റ് ഇടിയും. അതായത് ഇവിടെ വേറെ പ്രശ്നങ്ങളില്ലെങ്കിൽ കൂടി തന്നെയും NVIDIA ഇടിഞ്ഞാൽ ഇവിടെ ഇടിയും, ഇവിടുത്തെ IT കമ്പനി ഇടിയും. കാരണം ഇതേ നമ്മുടെ IT കമ്പനീസ് US മാർക്കറ്റിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ നമ്മുടെ IT കമ്പനീസിലും പല കമ്പനികളിലും നിന്ന് ഓർഡറുകൾ ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള US കമ്പനീസിൽ നിന്നാണ്. ഇവിടുത്തെ നമ്മുടെ പല IT കമ്പനീസിൻ്റെ ക്ലയൻറ്റ് US കമ്പനീസാണ്. അപ്പോൾ അവിടെ ഇടിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇടിയും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ന്യൂട്രൽ ആയി ന്യൂസ്. ഗ്ലോബൽ ക്യൂസും, അതായത് US ന്യൂസും ഇന്ത്യൻ ന്യൂസും ഓൾമോസ്റ്റ് ന്യൂട്രൽ ആയിട്ടുണ്ട്. കാരണം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള ത്രട്ട് ചൈന, കൊളംബിയ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഉണ്ട്. അപ്പോൾ വേറെ ന്യൂട്രൽ അവസ്ഥയാണെങ്കിൽ പോലും ആ ന്യൂസ് മതി ഇന്ത്യൻ മാർക്കറ്റിൽ ഇടിയാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഡബിൾ ഇന്ത്യൻ മാർക്കറ്റ് ഇടിഞ്ഞത് കൊണ്ട് മറ്റുള്ള ന്യൂസിന് പ്രസക്തി ഇല്ല എന്നുള്ളതാണുള്ളത്. എൻ്റെ പോയിൻ്റ്, ഇന്ത്യൻ മാർക്കറ്റ് ന്യൂട്രൽ അവസ്ഥയാണെങ്കിൽ പോലും ഇന്ത്യൻ മാർക്കറ്റ് ശക്തമായിട്ട് ഇടിവ് രേഖപ്പെടുത്താനായിട്ടുള്ള കാരണം ഓൾറെഡി തന്നെ US മാർക്കറ്റിൽ നിന്ന് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വൈകിട്ട് 7 മണിക്ക് കാണാം. താങ്ക്